ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ഷാർജയിലുള്ള റെയിൻ റൂം കാണാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റെയിൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, റെയിൻ റൂം പേര് പോലെ തന്നെ മഴ പെയ്യുന്ന റൂം, ആർട്ടിഫിഷ്യലാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്ന നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് മഴ കൊള്ളാൻ വേണ്ടി അതും പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെയൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു റൂം ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി അവിടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ തോന്നില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മളിങ്ങനെ ആ റൂമിൻ്റെ അവിടേക്ക് എത്തി. നമ്മൾ ഫ്രൈഡേ ആണ് കേട്ടോ പോയത്. അവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ ടു തേഴ്സ്ഡേ 9 AM to 9 PM ആണ്. അതുപോലെ ഫ്രൈഡേയിൽ 4 PM to 10 PM. അപ്പോൾ ഞങ്ങൾ 4 മണിയായപ്പോൾ തന്നെ അവിടെ എത്തി. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു റിസപ്ഷൻ ഏരിയ, ചെറിയൊരു കഫ്റ്റേരിയ ഒക്കെ ഉണ്ട് അവിടെ. ഫുഡൊന്നും അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ ചെറിയൊരു കഫ്റ്റേരിയ ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നിരുന്ന് കഴിക്കാം, അതൊന്നും പ്രശ്നമല്ല. പിന്നെ അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ടിന് 25 ആണ്, 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. ഇനി ഇതാ നമ്മളിങ്ങനെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും. ആൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എങ്ങനെ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി. അപ്പോൾ ഒരു അറബിയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പതുക്കെ നടക്കണം. പിന്നെ ഓരോരുത്തരും കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കണം. ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കുകയോ നടക്കുകയോ ചെയ്യരുത്. അതുപോലെ നല്ല സ്പീഡിൽ ഓടുക അങ്ങനെയും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ നനയും. സെൻറ്ററിൽ കുറച്ച് പോർഷനിൽ മാത്രമേ നനവ്, അതായത് ഇങ്ങനെ മഴ പെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി സൈഡിലൊന്നുമില്ല. അപ്പോൾ അതിലൂടെ വേണം നമ്മൾ നടക്കാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഫുള്ള് സെൻസർ വെച്ചിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് ഒരു ഡാർക്ക് റൂം, അതിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻസർ വെച്ചിട്ട്, അതായത് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സെൻസർ അത് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുപോലെ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മളധികം നനയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരുമിച്ച് ഇപ്പോൾ കിത്തൊക്കെ കണ്ടില്ലേ നനഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം കിത്തൊക്കെ ഓടുകയായിരുന്നു. അതായത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ മഴയും വെള്ളവും ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആ സന്തോഷത്തിൽ ഓടിക്കളിക്കായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ നനഞ്ഞു. പിന്നെ ഗ്യാപ്പ് ഇടാതെ നിന്നുകൊണ്ടൊക്കെ കുറച്ച് നനഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് പിന്നെ കുറച്ച് സമയമെടുത്ത് പിന്നെ അടുത്ത സ്റ്റെപ്പൊക്കെ വെക്കുമ്പോൾ നനയില്ല. അപ്പോൾ നമ്മൾ ആ നിൽക്കുന്നിടം മഴ വരില്ല. അങ്ങനെയാണ്. ബാക്കി നമുക്ക് ചുറ്റിനൊക്കെ മഴയുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് മഴയുണ്ടാവില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് സെൻസർ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ റെയിൻ റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ സംഭവം കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ എന്താണ് ഈ റെയിൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കാരണം അവർക്കിപ്പോൾ ചെറുതായിട്ട് നനഞ്ഞാലും അവർക്ക് നനയാൻ ഇഷ്ടമല്ലേ. നനയാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നനയാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളിത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. പക്ഷേ കിത്തുനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവരിങ്ങനെ ഓടിക്കളിക്കുന്നതുകൊണ്ട് കുറച്ച് നനവൊക്കെ തട്ടി അങ്ങനെ. എന്തായാലും കുറച്ച് ഇപ്പോൾ 25 കൊടുത്ത് എല്ലാവരും 25, കിത്തുവിന് മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലമൊന്നുമല്ല. ഒരു 15 മിനിറ്റാണ് നമുക്ക് അലോ ചെയ്തിട്ടുള്ള ടൈം. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന്, അവർക്കിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വലിയ അറിവൊന്നും ഉണ്ടാവില്ലെങ്കിലും, അതായത് ഇപ്പോൾ എന്ത് റെയിൻ റൂം, അത് അവരെ സംബന്ധിച്ച് മഴ പെയ്യുന്നൊരു സ്ഥലം അത്രയേ ഉള്ളൂ. നമുക്ക് ഈ റെയിൻ റൂം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നു കേട്ടോ. കിത്തു നന്നായിട്ട് നനഞ്ഞു, ആമിക്കുട്ടി ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ അധികം നനഞ്ഞിട്ടില്ല. കുറച്ച് സമയമായപ്പോൾ 15 മിനിറ്റ് ആവാൻ നിന്നില്ല. അതിന് മുന്നേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. തണുത്തു തുടങ്ങിയവർക്ക്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും പിന്നെ പുറത്ത് നല്ല വെയിലാണ്. ശരിക്കും അവർക്ക് അവിടെ ഒരു ബാത്റൂമിൽ, പുറത്ത് ബാത്റൂം ഉണ്ട്, അവിടെ ഡ്രയറൊക്കെ ഉണ്ട്. നമ്മളതൊന്നും യൂസ് ചെയ്തില്ല. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി ഈ ഏരിയയിൽ നല്ല വെയിലായിരുന്നു. അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ അത്യാവശ്യം നമ്മളൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ, അതായത് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അവിടെ കോർണിഷാണ് കേട്ടോ. അപ്പോൾ കോർണിഷിൻ്റെ അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ മഴയൊക്കെ കൊണ്ട് വന്നതായ കാരണം ഇവർക്കൊരു കോഫിയൊക്കെ വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കോഫിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ എന്തായിരുന്നു, ഒരു സാൻഡ്വിച്ചോ അങ്ങനെ എന്തോ ഒരു ഐറ്റം നമ്മളന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ സമൂസയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോന്നു. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് കോർണിഷിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് രാത്രിയായപ്പോൾ തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.